ഇവിടെ ഉണ്ടല്ലോ വണ്ടി പോകുന്ന സൗണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി സാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ വീണാമ്മ ഇത് തന്ന സമയത്താണെങ്കിലും എനിക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ കൊടുത്തിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ കുറച്ച് റീൽസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ നമ്മൾ എൻ്റെ സാരി എങ്ങനെ ഉണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ സംസാരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ സൗണ്ട് ഉണ്ടാവില്ല. ഞാൻ കുറച്ച് തിരിച്ച് വെക്കട്ടെ കേട്ടോ. ഞാൻ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റും എനിക്കല്ലേ അങ്ങനെയാണെങ്കിൽ കാണുന്നില്ലല്ലേ? എങ്ങനെയാണ് കാണുക, എങ്ങനെയാണ് വെക്കുക? എൻ്റെ മറ്റേ സ്റ്റാൻഡാണെങ്കിൽ കാണാതെ പോയി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ സാരി? ഇത് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരാൾ വീഡിയോ എടുത്തു തരാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആരുമില്ല, ഒരൊറ്റ വീട്ടിലും ആളില്ലെന്നാണ്. എല്ലാവരും ജോലിക്കാരെ തന്നെയാണ്. ഞാൻ നിലത്ത് വെച്ച് നോക്കട്ടെ. നിലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എൻ്റെ അമ്മേൻ്റെ കറുത്ത് ആരെങ്കിലും ഉള്ള സമയത്ത് ഞാൻ ഫുള്ളായിട്ട് ഉടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എനിക്ക് അപ്പൂസ് ഇല്ലാത്തതുകൊണ്ടൊന്നും പറ്റുന്നില്ല, അതാണ് കാര്യം. ഇനി ഞാൻ കുറച്ച് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലെ കരുതുക. ഇവിടെ ആകുമ്പോൾ കുറച്ച് വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. റൂമിൽ അത്രയും വെളിച്ചമില്ല. പിന്നെ ഇവിടെ ഭയങ്കര ഒരു ഗ്രീനിഷുണ്ട്, ഭയങ്കര വലിയ മരമാണ്. പക്ഷെ ആ മരം നമുക്ക് നല്ല തണുപ്പൊക്കെ തരുന്നുണ്ട് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലതല്ലേ? പക്ഷേ ഒപ്പമുള്ളൊരു സ്റ്റാൻഡ് കൂടി വേണമായിരുന്നു. ഞാൻ ഓടിക്കൊണ്ടാണ് കിതയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ ഞാൻ പറയണമെന്നറിയോ, നമുക്ക് നമ്മൾ തന്നെ മോട്ടീവ് ആവുക. നമ്മൾ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്നലെ എന്നോട് ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 37 ഉണ്ട് കേട്ടോ. വയസ്സുണ്ട്, പ്രായമൊക്കെ ഉണ്ട്. കിളവിയായത് ആൻറ്റിയാണെന്ന് പറയാം ആർക്കെങ്കിലും, അങ്ങനെയും പറയാം. പിന്നെ ഓരോരുത്തരും ഇഷ്ടം പോലെയല്ലേ ഓരോരുത്തർ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ടല്ലേ. അത് എനിക്ക് തോന്നുന്നു മെഡിസിൻ എടുക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നില്ല. ഒത്തിരി എന്ന് പറഞ്ഞാൽ എന്നോടെല്ലാം ചോദിച്ചാൽ അതിന് പ്രേമമുണ്ടോ, ലൈനുണ്ടോ, ലവ് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും കൂടെ, അങ്ങനെ അതല്ലെങ്കിൽ ഒരു പെണ്ണെങ്ങനെ ഇത്ര ഭംഗിയായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് അങ്ങനെയുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവർ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഭാര്യമാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പോലെ ഇരിക്കും. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളും വഴക്കുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് മാനസികമായ സന്തോഷ കാര്യങ്ങളൊന്നുമില്ല, അതവരുടെ മുഖത്ത് നന്നായിട്ട് കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലുത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ പോകാനും ഡ്രസ്സ് ഇടാനും ഒക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ വീടിനകത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പം മുതൽ അങ്ങനെയാണ് എന്നെ വളർത്തിയവർ. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് അത് ഞാൻ പറയില്ല, എനിക്ക് ഇന്ന ഡ്രസ്സ് വേണമെന്നൊന്നും ഞാൻ ഇന്ന് വരെ വാശി പിടിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ അവരെനിക്ക് അറിഞ്ഞിട്ട് അത് വാങ്ങി തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കിട്ടി വളർന്ന ഒരു ആളായതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഇപ്പോഴും എനിക്ക് അതിനോട് ഒരു അങ്ങോട്ട് പോകുന്തോറും വണ്ടിയുടെ ബഹളം ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഇന്നതിനോട് ആഗ്രഹം വേണം അല്ലെങ്കിൽ ഇന്നത് വേണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കങ്ങനെ വലുതായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ നല്ല രീതിയിൽ തന്നെ പോവുക, നല്ല കൂട്ടുകാരെ കിട്ടുക, അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അല്ലാത്ത കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന കുറേ പേരുണ്ടാവും, അത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലും ഉണ്ടാവും കേട്ടോ, അല്ലാതെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അതങ്ങ് ബ്ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാവും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കുറേ പേര് അനാവശ്യമായിട്ട് ഓരോന്ന് പറയുന്നുണ്ടാവും. അത് നമ്മൾ മൈൻഡ് ചെയ്യുക. ഒന്നുകിൽ നമ്മളത് ബ്ലോക്ക് ചെയ്ത് വിടുക, അതല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ സംസാരിക്കാൻ ഗട്ട്സ് ഉണ്ടെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കും. പിന്നെ വെറുതെ ആണെങ്കിലും ഒരു 10 ഇപ്പം നമുക്ക് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ഇവിടുന്ന് ഒരു 10 രൂപ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേനക പോകാം.
അപ്പോൾ എന്ത് ചെയ്യും, 20 രൂപയുടെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഞങ്ങൾ മേനക പോയി അവിടെ പോയി വെറുതെ ഇരുന്നാലും നമുക്കൊരു മാനസികമായി സന്തോഷം കിട്ടും. അങ്ങനെ നമുക്ക് വലിയ പൈസ മുടക്കി യാത്ര ചെയ്യണമെന്നൊന്നും ഞാൻ ആരോടും പറയത്തില്ല കേട്ടോ. പിന്നെ മക്കളൊത്ത് അല്ലെ ഹസ്ബൻഡിനൊത്ത് കൂട്ടുകാരും ഒത്തിരിക്കുന്ന വൈബാണ്, വേറെ വൈബ് ഒന്നുമില്ല. നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് കേൾക്കുകയും ചെയ്യും. പിന്നെ അതുമല്ല അമ്മാതിരി പൊട്ടത്തരായിരിക്കും അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പ്രത്യേക സന്തോഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കണം. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്കുകളാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല, ഹൈസ്കൂൾ ഫ്രണ്ട്സ് ഇപ്പോഴും നിലനിൽക്കുന്നവർ. എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഒരു സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സ്, അവർ നമ്മൾ പറയണ കേൾക്കാൻ മനസ്സുള്ള ഫ്രണ്ട്സ്. ഇപ്പോൾ എത്ര തിരക്കാണ് എല്ലാവർക്കും തിരക്കല്ലേ, പക്ഷേ എന്നാൽ കൂടി നമ്മളെ കേൾക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു മനസ്സാണ്. അതാണ് നമ്മളെ കേൾക്കാനൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അത് സുഹൃത്താവാം, ഭർത്താവാം, അനിയനാവാം, ചേട്ടനാവാം, മക്കളാവാം, അച്ഛനാവാം, അമ്മയാവാം, ആരുമാവാം. അങ്ങനെ ഒരാളുടെ ലൈഫിൽ ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുണ്ടാവണം. എന്നാലാണ് നമുക്കൊരു സങ്കടമൊക്കെ വരുമ്പോഴത്തേക്കുവേ ഒറ്റപ്പെട്ടു എന്നൊരു ഫീലിംഗ് തോന്നാതിരിക്കുക. മനസ്സിലായോ? പിന്നെ എൻ്റെ അപ്ഡേറ്റ്സുകൾ എന്താണെന്ന് വെച്ചിട്ട് ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ എല്ലാവരും മെലിഞ്ഞു ക്ഷീണിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ക്ഷീണിച്ചല്ല, ഞാൻ 5 കിലോ കൂടിയിട്ടുണ്ട്. 45 കിലോയായിരുന്നു. ഞാൻ 5 കിലോ കൂടി, എന്നിട്ട് ഞാൻ ക്ഷീണിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ഷീണം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, എല്ല് കൊണ്ടിട്ടുള്ളത്. ഇതെൻ്റെ ബ്യൂട്ടി ബോണാ. നിങ്ങൾ എല്ല് കൊണ്ടിരുന്നൊന്നും പറയരുത്, ബ്യൂട്ടി ബോണാ. എൻ്റെ ഹെയർ എങ്ങനെയുണ്ട്? ഇത്രയും ഹെയർ ഉണ്ടായത് ഞാനാണ് കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഒരു രസം. പിന്നെന്താ മോന്. അപ്പം നമുക്ക് പിന്നെ ചെടികൾ വളർത്താം കേട്ടോ വീട്ടിൽ. അത് നമുക്കൊരു നല്ലൊരു തെറാപ്പി കൂടിയാണ്. രാവിലെ എഴുന്നേറ്റ് ആ ചെടികളെയൊക്കെ ഒന്ന് പരിപാലിച്ച് അതുങ്ങൾക്ക് വെള്ളം ഒഴിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്ത് പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് ചെടികളൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ പോലും അതുങ്ങൾക്ക് മനസ്സിലാവും. അതാരാ അവിടെ ഇരുന്ന് ഒച്ചെടുത്തത്? കാക്കയാണോ കുരുവയാണോ? ആരാണ്ട് അവിടെ നിന്ന് ഒച്ചെടുത്ത്? അതുങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ചെറിയ മണി പ്ലാന്റ് പോലുള്ള ഇൻഡോർ പ്ലാന്റ്സ് അല്ല, വെള്ളത്തിൽ വെക്കാവുന്ന പ്ലാന്റ്സുകളുണ്ട്. ചുരുക്കല്ലേ? അപ്പോൾ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അതാണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കൊരു പ്രത്യേക എന്താ പറയുക സന്തോഷവാദ. എനിക്ക് എൻ്റെ റൂമിൽ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ, അവനിങ്ങനെ ഇവിടെ നിന്ന് ഒച്ചെടുക്കുന്നുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സന്തോഷമാണ്. അതല്ല, നിങ്ങൾ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പെയിൻറ്റിങ്ങും പേപ്പർക്ക് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളത് ഫ്രീ ആവുന്ന ടൈമിൽ നിങ്ങൾക്കത് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതിനോട് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇഷ്ടംപോലെ സ്റ്റിച്ച് ചെയ്യാമല്ലോ. എനിക്കാണ് ഇവിടെ രാങ്കൊച്ചുള്ളത്. അതിന് ഷർട്ട്, പാൻറ്റ്, ബനിയൻ, നിക്കറും കഴിഞ്ഞ്. ഇതല്ലാതെ വേറെ ഒരു ഇതുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാട്ട് കേൾക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളൊരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിച്ചോ, ആ ഡിസിഷൻ എടുക്കുമ്പോൾ ആദ്യം എല്ലാവരും എതിർപ്പ് തന്നെയായിരിക്കും. ഇപ്പം നിങ്ങളൊരു ജോബ് വിട്ട് വേറൊരു ജോബിലേക്ക് സ്ഥാനം മാറി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പുതുതായിട്ട് തുടങ്ങുകയെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ജോബായിരിക്കും. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പുതിയൊരു ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനാദ്യം തന്നെ വരണമെന്ന് നെഗറ്റീവ് ആയിരിക്കും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തുടങ്ങിയ സമയത്താണെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഈ പണിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അത് എൻ്റെ ബിസിനസ്സാണ്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ തലകുത്തി നിന്നാലാണ് അത് സക്സസ് ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റുള്ളവർ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു പ്രൊഫഷണൽ ഓർഗനൈസ്ഡ് ടീമിൻ്റെ ഹെഡ് ആവത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നാല്ലേ, നമുക്ക് സക്സസ് ആവുമെന്ന് ഉറപ്പുള്ള ഏത് കാര്യവും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അതിൽ ഒരാൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കട്ട ചങ്ക് ഫാൻസ് ഉണ്ട്. എന്ത് കുരുത്തൊക്കെ ഇത് കാണിച്ചാലും നീ ചെയ്യും, നിനക്ക് പറ്റുമെന്ന് പറയും. പിന്നെ അഥവാ എങ്ങാനും കുറച്ച് സങ്കടമൊക്കെ വന്നു കഴിഞ്ഞ് വിളിക്കും, സാരില്ലടി പോട്ടെ, റെഡിയാവും, കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും, ഇപ്പം നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് അമ്മാതിരി മോട്ടിവേഷൻ ഉണ്ട്. അതാണ് എൻ്റെ ഫാൻസ്. പക്ഷേ അവർ തന്നൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി കേട്ടോ. ചെറുപ്പം തൊട്ട് 8ാം ക്ലാസ് മുതലുള്ള മോട്ടിവേഷൻ തുടങ്ങിയത് ഇപ്പോഴും തീർന്ന 37 വയസ്സായി, എന്നിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരമ്പര. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. ടെറസിൻ്റെ മേലെ വന്നിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് അയ്യോ നിങ്ങളും ഇങ്ങനെയാണോ ഗൈസ്? അപ്പോൾ ഞാനുണ്ടല്ലോ ക്യാമറ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഇത് കൊണ്ടല്ലേ, എൻ്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. എനിക്കിവിടെ വയ്ക്കാൻ സ്റ്റാൻഡുമില്ല, എൻ്റെ സന്താനമൊട്ട് വന്നിട്ടുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് സെറ്റപ്പ് പോയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ഉമ്മ, ടേക്ക് കെയർ. സ്വയം ടേക്ക് കെയർ ചെയ്യാം, എന്നാൽ മാത്രമേ വീട്ടിലുള്ളവർ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അധികം ചെയ്യാനുണ്ട്. അപ്പം ഓക്കെ.